ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാം പ്രാധാന്യം കൊടുക്കുന്ന മൂല്യങ്ങളെ സംബന്ധിച്ചാണ്. വിനിയാട് ചർച്ച് പ്രാധാന്യമായി കാണുന്ന ചില മൂല്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള മിനിസ്ട്രിയിൽ നമ്മൾ പങ്കുചേരുക എന്നുള്ളതാണ്. എൻഗേജിങ് ഇൻ എ കമ്പാഷനേറ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ അനുകമ്പയോടുകൂടിയ ശുശ്രൂഷയിൽ എങ്ങനെയാണ് നാം പങ്കെടുക്കുക എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതൊരു വിശ്വാസ രീതികളും വിശ്വാസ പ്രമാണങ്ങളും അത് അംഗീകരിക്കപ്പെടുന്നത് അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിലല്ല, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം ലഭിക്കുന്നത് അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിലല്ല. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള തലം വേറെ രീതി പറഞ്ഞാൽ അതിൻ്റെ വേദശാസ്ത്രപരമായിട്ടുള്ള തലം വേറെ രീതിയിൽ പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾക്കായിരിക്കും. അത്തരം ആളുകൾ എപ്പോഴും സമൂഹത്തിൽ വളരെ ഒരു ന്യൂനപക്ഷമാണ്. പക്ഷേ സമൂഹത്തിന് പൊതുവേ ഒരു മതം അല്ലെങ്കിൽ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു വിശ്വാസധാരയൊക്കെ അംഗീകരിക്കപ്പെടാനുള്ള അടിസ്ഥാന കാര്യം അതിൻ്റെ ധാർമ്മികതയാണ്, അതിൻ്റെ ധാർമ്മിക അന്തസ്സത്തെയാണ്. അത് ഏത് മതമാണെങ്കിലും ഏത് വിശ്വാസമാണെങ്കിലും അങ്ങനെയാണ്. ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം നമ്മൾ പറയുന്നത് അനേക വിശ്വാസങ്ങളുടേതായ ഒരു ജന്മഭൂമിയാണ്. വിശ്വാസ രൂപങ്ങൾ ഒത്തിരിയുള്ള ജന്മഭൂമിയാണ്. അവിടെയാണ് ക്രിസ്തീയ വിശ്വാസവും അതിൻ്റെ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയും നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വിശ്വാസങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികതയുണ്ട്. ഇപ്പോൾ ഒരു ബൗദ്ധ വിശ്വാസം എന്ന് പറയും, ബുദ്ധമത വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അവരേറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് സഹിഷ്ണുത, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അഹിംസ, കൊല്ലാതിരിക്കുക. ജൈന വിശ്വാസം കൊല്ലരുത്, ഒരു ജീവിയെ കൊല്ലരുത്, നശിപ്പിക്കരുത്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടാവാം, ഈ ഇടയ്ക്ക് മത്സരിക്കുന്ന ഒരു നടൻ പല റെയിൽവേ സ്റ്റേഷനിൽ പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊണ്ട് ഇങ്ങനെ പാത്രത്തിൽ വെള്ളം കൊണ്ടുവയ്ക്കുന്നത്, ഇങ്ങനെ പാത്രങ്ങൾ സ്ഥാപിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, രാവിലെ നായയ്ക്ക് ഭക്ഷണം, അങ്ങനെ ഉള്ള ആളുകൾ പോകുമ്പോൾ കൂടെ നാട്ടിലുള്ള സകല നായ്ക്കൾ പുറകെ പോകും, അവർക്ക് ഭക്ഷണം കൊടുക്കുക. പിന്നെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മനുഷ്യൻ ദയയും അനുകമ്പയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സാംസ്കാരിക പ്രതലത്തിനകത്ത് സഹജീവികളോട്, അത് മനുഷ്യരെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളോടും വൃക്ഷങ്ങളോട് വരെ അനുകമ്പയുള്ള സ്നേഹത്തെക്കാൾ അനുകമ്പയുള്ള ഒരു സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നാം നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്താണെന്നറിയാമോ? നമ്മുടെ എല്ലാം വിശ്വാസ തലത്തിൽ നമ്മൾ ഏറ്റവും അത്യുന്നതമായ നിലവാരമുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രകടനത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നതിൽ പലപ്പോഴും പുറത്തേക്ക് വരുന്ന സ്വാർത്ഥതകളും സ്വേച്ഛാപരമായ തീരുമാനങ്ങളും സ്വന്തം സ്വരുക്കൂട്ടാനുള്ള നമ്മുടെ ഒരു അത്യാഗ്രഹവും വെപ്രാളങ്ങളൊക്കെയാണ് മറ്റു മനുഷ്യർ പലപ്പോഴും കാണുന്നത്. ക്രിസ്തീയ മിഷണറിമാരെങ്ങനെയാണ് ഭാരതത്തിൽ ഇത്ര സ്വാധീനം ഉണ്ടാക്കിയത്? ഇവിടെ ഒരു വശത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ, മറുവശത്ത് ത്യാഗപൂർണമായ ജീവിതം കാഴ്ചവെച്ച മിഷണറിമാരാണ് ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ പ്രാധാന്യം ഇവിടെ ഉറപ്പിച്ചു കൊടുത്തവരാണ്. കുഷ്ഠരോഗികളുടെ ഇടയിൽ പോലും ജീവിക്കുക, അവരുടെ ഇടയിൽ തന്നെ ജീവിച്ചും മരിക്കുക, സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുക, സ്ത്രീകളുടെ കഷ്ടതയിൽ അവരോട് പങ്കുചേരുക, അങ്ങനെ ഇതെല്ലാം വിധത്തിലാണ്. അത്തരത്തിൽ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന് ഈ ഭാരതത്തിൽ അടിസ്ഥാനം ഉണ്ടാക്കി. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മളൊരു കാര്യത്തെ, ഭാരതീയരായ നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുന്നത് കേവലം അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഔന്നത്യത്തിലല്ല. കാരണം നമ്മുടെ ഫിലോസഫി എന്ന് പറയുന്നത് പാശ്ചാത്യ ഫിലോസഫിയിൽ നിന്ന് വ്യത്യസ്തമാണ്. പാശ്ചാത്യ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് എപ്പോഴും ഈ ട്രാൻസെൻഡൻ എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഈ വളരെ ഏകമായ പ്രത്യയശാസ്ത്രം, അല്ലെങ്കിൽ അതിൻ്റെ മനുഷ്യൻ്റെ അനുഭവങ്ങൾക്ക് ഉപരി ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള എല്ലാവർക്കും അംഗീകരിക്കത്തക്ക പൊതുവായ ഒരു ജ്ഞാനത്തെയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഗ്രീക്ക് ഫിലോസഫിയുടെ പ്രത്യേകത. പക്ഷെ ഭാരതത്തിൽ അങ്ങനെയല്ല. എൻ്റെ അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം. അതുപോലെ തന്നെ പാസ്റ്റർ അനുഭവങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. സബ്ജക്റ്റീവ് എന്നൊക്കെ പറയാൻ ഫിലോസഫിയിൽ. അപ്പം നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് നമ്മളെ തീരുമാനങ്ങളിലേക്കും നമ്മളെ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിലേക്കും ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അനുഭവാധിഷ്ഠിതമാണ് നമ്മുടെ കൾച്ചറിനകത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കത് അനുഭവിക്കുന്നുണ്ടാവും, പക്ഷേ എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു യാഥാർത്ഥ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ പല മതങ്ങളും വിശ്വാസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്. ഇത് മനസ്സിലാകാത്തിടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഒരു പക്ഷേ മറ്റയാൾക്ക് വിരുദ്ധമായിട്ടേ മറ്റയാൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നു ഈ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളവിടെ നേരിട്ട ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം ഇതായിരുന്നു. ഒരു കുട്ടികളുടെ ഇടയിൽ, നിങ്ങൾ മലയാളികളുടെ കൾച്ചറാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് എന്താണ്? നിങ്ങൾ മലയാളികളുടെ സംസ്കാരത്തെ പഠിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ മനസ്സിലാകുന്ന എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ മൂല്യബോധങ്ങളും ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് അവരിലേക്ക് എത്തുന്നുണ്ടാകാം. അതാണ് അതിൻ്റെ കാരണം. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതുപോലെ വ്യത്യസ്തതകളെ ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്കാര പരിസരം നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് അനുകമ്പ, അല്ലെങ്കിൽ കരുണ, ദയ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ വിനിയാട് ചർച്ച് നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ അർപ്പിക്കുന്ന മൂല്യങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ട് കാണുന്ന ഈ കമ്പാഷനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പാഷൻ ഉള്ള ഒരു വ്യക്തിയുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഇതാണ് എൻ്റെ പ്രത്യേകത. ഒരാൾക്ക് മറ്റൊന്നിന് കമ്പാഷൻ തോന്നിയാൽ, അല്ലെങ്കിൽ അനുകമ്പ തോന്നിയാൽ, ആ അനുകമ്പത്തെ തുടർന്ന് എന്തുണ്ടാവും? അതിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാവും. കാരണം അനുകമ്പ എന്നൊക്കെ പറയുന്ന വാക്കിനെ ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന സഫറിങ് ടുഗദർ എന്നൊക്കെ പറയുന്ന പോലെ, അത് ഒരുമിച്ച് സഫർ ചെയ്യുക. വേറൊരാളുടെ കഷ്ടപ്പാടിനകത്തേക്ക് നമ്മളും ഇറങ്ങി കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ്റെ വേദനയ്ക്കകത്തേക്ക് നമ്മളും ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. എമ്പതി എന്ന് പറയുന്ന പദത്തോട് അടുത്ത് നിൽക്കും ഏറെക്കുറെ ഈ കമ്പാഷൻ അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കരുണയുള്ള ആളാവുക, അനുകമ്പയുള്ള ആളാവുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് മുതൽ മുടക്കുള്ള പരിപാടിയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒറ്റയടിക്ക് പറഞ്ഞ് നടത്താൻ നമുക്ക് പറ്റില്ല. എനിക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ പറ്റില്ല. പക്ഷെ അനുകമ്പ എന്ന് പറയുമ്പോൾ അനുകമ്പ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. അനുകമ്പ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. ആ കഷ്ടത്തിലായിരിക്കുന്ന മനുഷ്യനോട്, വേദനയിലായിരിക്കുന്ന മനുഷ്യനോട് നമുക്ക് അനുകമ്പ കാണിക്കേണ്ടതായിട്ട് വരും. അതാണ് അനുകമ്പയുടെ പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് ആ ബൈബിളിൽ എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത്? മനുഷ്യൻ്റെ രക്ഷണ പ്രവൃത്തി മുഴുവൻ ദൈവത്തിൻ്റെ അനുകമ്പയുടെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പം നമ്മൾ കേട്ടേക്കുന്ന എല്ലാം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപമാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു വൈവിധ്യമാണെന്ന് വേണം നമുക്കിതിനെ കാണാൻ കഴിയും. സ്നേഹം കരുണയുമായി ചേരുമ്പോഴാണ് അതൊരു ആക്ഷനിലേക്ക് നമ്മളേക്ക് എത്തുന്നത്. പഴയ നിയമം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ അനുകമ്പ, എനിക്ക് അവരോട് സ്ഥായി ഭാവം തോന്നുന്നു എന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. നിലവിളി കേൾക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുന്നത്, ഞാൻ അവരുടെ നിലവിളി കേട്ടു. ഇതാണ് അതിൻ്റെ തുടക്കം. എങ്ങനെയാണ് നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ്റെ നിലവിളി ദൈവം കേൾക്കുന്നു. അവൻ്റെ യാഥാർത്ഥ്യത്തെ ദൈവം മനസ്സിലാക്കുന്നു. അവൻ്റെ അയ്യോഭാവത്തോട്, അവൻ്റെ ഞരക്കത്തോട് ദൈവത്തിന് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമം
നിന്റെ കഷ്ടത, നിന്റെ ഞരക്കം, നിന്റെ നിലവിളി എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് അല്ലെങ്കിൽ പഴയ നിയമത്തിലേക്ക് കാണുന്നത്. ദൈവജനത്തിൻ്റെ പ്രത്യേക ഒരു പ്രയോഗം എന്താണെന്നറിയാമോ? അനാഥനോടും വിധവയോടും പരദേശിയോടുമൊക്കെ കരുണയുള്ള, കമ്പാഷനുള്ള ദൈവമാണ് ദൈവം. ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടതാണ്, പക്ഷെ നമ്മളങ്ങനെ ചെയ്യാറില്ല. അനാഥനോട്, ആരുമില്ലാത്തവൻ്റെ, അവൻ്റെ അപ്പൻ ഞാനാണെന്ന് പറയുന്ന ദൈവമാണ് ദൈവം. വിധവയോട്, നിനക്ക് ഭർത്താവില്ല പക്ഷേ നിന്റെ ഭർത്താവിനെ പോലെ സംരക്ഷിക്കുന്നവനാണ് ഞാൻ ദൈവം എന്ന് പറയുന്നൊരു ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിനകത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ 2 ഡയമെൻഷനാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കരുണാപൂർവമായ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ കമ്പാഷനേറ്റ് മിനിസ്ട്രി എന്ന് നമ്മൾ പറയുമ്പോൾ, ഒന്ന് അത് നമ്മുടെ സ്വഭാവം ആയിട്ട് ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന് സാഹചര്യത്തിനോട് പ്രതികരിക്കുന്ന ഒരു തലമുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒന്ന്, മറ്റൊന്ന് റെസ്പോൺസ്. ഈ 2 തലങ്ങളെ പറ്റിയായിരിക്കും ഞാൻ നിങ്ങളോട് പറയുമ്പോൾ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ദൈവ സ്വഭാവമാണ് കരുണ അല്ലെങ്കിൽ അനുകമ്പ. 2 കൊരിന്ത്യർ 1:3 നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 1:3. മനസ്സിലുള്ള പിതാവും സർവ്വാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. താങ്ക് യു. മനസ്സലിവുള്ള പിതാവ്. ദൈവത്തെ നാം തിരിച്ചറിയുന്നതിൽ വളരെ നമുക്ക് സുഖം തോന്നുന്ന ഒരു തിരിച്ചറിവാണ്. ദൈവം മനസ്സലിവുള്ള പിതാവാണ്. 103-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മൾ ചില സമയങ്ങളിലെല്ലാം പതറി നിൽക്കുമ്പോൾ, ഞെരങ്ങി നിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ മനസ്സിൽ വരുന്നൊരു വാക്യാണത്. കർത്താവേ, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ നിനക്ക്, അല്ലേ? അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നത്. ഈ ഒരു സ്ഥായിഭാവം, ഈ ഒരു മനോഭാവമാണ് ദൈവവുമായിട്ട് നമ്മൾ അടുപ്പിക്കുന്ന ഒരു ഫാക്ടർ. എൻ്റെ ഞരക്കത്തിൽ അവൻ എന്നെ തിരിച്ചറിയുന്നു, എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ തകർന്നു പോകുമ്പോൾ, എനിക്ക് ആരുമില്ലാതാകുമ്പോൾ, ഞാൻ ഒറ്റപ്പെടുമ്പോഴൊക്കെ എൻ്റെ ഒപ്പം നിന്ന് എന്നെ മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ദൈവമാണ്. അതിൻ്റെ ഒത്തിരി തലങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അവനെ മരുഭൂമിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകും, ഞാൻ അവനോട് വ്യക്തിപരമായി സംസാരിക്കുന്നൊക്കെ പറയുന്ന ഈ മനസ്സലിവിൻ്റെയും കരുണയുടെയൊക്കെ ഒരു വലിയ തലങ്ങൾ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. പ്രവാചക പുസ്തകത്തിൽ വേറെ രീതിയിൽ നമ്മളിങ്ങനെ തന്നെ വായിക്കുന്നത്, നീ ഇങ്ങനെ ചെളിയിൽ കിടക്കുകയായിരുന്നു, നിനക്ക് വസ്ത്രമില്ലായിരുന്നു, ഞാൻ നിന്നെ കൊണ്ടുവന്നു, നിന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി, നിന്നെ സുഗന്ധ ലേപനമൊക്കെ പുരട്ടി ഞാൻ നിന്നെ മാറ്റിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ തന്നെ അതിൻ്റെ അപകടവും കിടപ്പുണ്ട്. അതിനുശേഷം എന്താ സംഭവിക്കുകയെന്നറിയാമോ? ഇങ്ങനെ ശരിയാക്കിയെടുത്ത ഈ വ്യക്തി അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് പിന്നെയും ചെളിയിലേക്കും തിന്മയിലേക്കും ദോഷത്തിലേക്കും ജാര പ്രവർത്തനങ്ങളിലേക്ക്, തെറ്റായ ജീവിതത്തിൽ മാറിപ്പോയി. നീ സുന്ദരിയായപ്പോൾ, മിടുക്കിയായപ്പോൾ നീ മറ്റാളുകളെ അന്വേഷിച്ചു പോയി എന്നൊക്കെ പറയുന്ന ഒരു പരിഭവം പറച്ചിൽ കൂടി അതിൻ്റെ ഭാഗത്തുണ്ട്. തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രക്രിയയുടെ അതിനകത്തുണ്ട്. ഇത് രണ്ടും ഇതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് കൂടെയാണത്. അപ്പോൾ ദൈവം നമ്മളെ കാണുന്നത് നമ്മുടെ ഞരക്കങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധിയിൽ, നമ്മുടെ തകർച്ചകളിൽ നമ്മളെ തിരിച്ചറിയുന്നത് ആ ദൈവത്തിൻ്റെ സ്വഭാവം. മനസ്സലിവുള്ള ദൈവം, മനസ്സലിവുള്ള പിതാവ്. മനസ്സലിവുള്ളൊരു പിതാവിൻ്റെ മക്കളെപ്പോഴും നല്ല മനസ്സലിവുള്ളവരായിരിക്കും. അവരുടെ വ്യക്തിത്വ വളർച്ചയിൽ വളരെ പ്രാധാന്യമാണ് മനസ്സലിവുള്ള പിതാവിൻ്റെ. എപ്പോഴും ക്രൂരനായ ശിക്ഷിക്കുന്ന ഒരു പിതാവിൻ്റെ മക്കൾക്ക് ഒന്നെങ്കിൽ അവർ ഇൻട്രോവേർട്ടായി പോലും, അല്ലെങ്കിൽ തകർത്തടിച്ച് നടക്കുന്ന അപകടകാരികളായ മനുഷ്യരാണ് മാറി. രണ്ടിലൊന്നും ഉറപ്പാണ്. കാരണം ഈ പീഡനം, മനസ്സലിവില്ലാത്ത പിതാവിൻ്റെ ഈ സമീപനം ഒന്നെങ്കിൽ അവരെ അടിച്ചമർത്തി തീരെ മിണ്ടാൻ പറ്റാത്ത വിധത്തിൽ അവർ ഒതുങ്ങിപ്പോവും, അല്ലെങ്കിൽ നാളെ ഈ അപ്പനെ തന്നെ തിരിച്ചടിക്കുന്ന തരത്തിലേക്ക് തിരിഞ്ഞു വരാം. ഈ അപ്പനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയും കൂടെയാണ് കേട്ടോ ഈ മനസ്സലിവ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ എന്നൊക്കെ പറയുന്നതിന് കാരണം. ഈ കരുണ തോന്നുക എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ മക്കളെ ശിക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്നൊരു സീനിലെ ഈ കരുണ വെളിപ്പെടുന്നത്. ദൈവത്തിനും അങ്ങനെയാണ് തോന്നിയത്. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇവരെ പുറത്താക്കുന്നൊരു സീൻ എന്നെ മനസ്സിൽ ഒത്തിരി ഇളക്കം ഉണ്ടാക്കിയൊരു കാര്യമാണത്. അതുവരെ എന്നും വൈകിട്ട് വന്ന് അപ്പൻ മക്കൾ ബന്ധത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന
ഈ പിതാവിന് ഒരു ദിവസം ഈ മക്കളെ പുറത്താക്കി വാതിലടയ്ക്കേണ്ടി വരുന്നൊരനുഭവം. അവർ ഇങ്ങനെ പുറത്തിറങ്ങി വാതിലിൻ്റെ ഏദൻ തോട്ടത്തിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നോക്കി പോകുന്നൊരു കാഴ്ച എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ കാഴ്ച എന്നെ വളരെ വേദനിപ്പിച്ചു. ആ പിതാവിൻ്റെ മനസ്സ് എത്ര നൊന്നിട്ടുണ്ടാവും മക്കളുടെ ഈ ദൈന്യ അവസ്ഥയിൽ. നിർബന്ധം നിവൃത്തിയോട് കൊണ്ട് ചെയ്യുന്നതാണത്, ഒരിക്കലും താല്പര്യമുണ്ടായിട്ടല്ല. കാരണം എന്താണ്? തിന്മ ചെയ്യുന്നവൻ എപ്പോഴും ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. ദൈവത്തിൻ്റെ നീതിബോധത്തിൻ്റെ ഭാഗമായിട്ട് അവർ പുറത്തു പോകുന്നത്. പക്ഷേ അപ്പോഴും ഉള്ളിൽ ഒരു അനുകമ്പ, സ്നേഹം നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് വാഗ്ദത്തം വരുന്നത്, നിനക്ക് ഒരു രക്ഷയുണ്ടെന്ന് ആ അധ്യായങ്ങളിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി നിനക്ക് മാറ്റം വരുത്തുക, അല്ലെങ്കിൽ നിനക്ക് രക്ഷ കൊണ്ടുവരും എന്ന് പറയുന്ന വാഗ്ദത്തം അവിടെ. അപ്പോൾ നാം പഴയ നിയമത്തിലേക്ക് കാണുന്നത് അങ്ങനെ അനുകമ്പയുള്ള ദൈവത്തെ തന്നെയാണ്. ഇത് പലപ്പോഴും നമ്മൾ കേട്ടുള്ളത് യാഗത്തെ ഇഷ്ടപ്പെടുന്ന, കൊല്ലുന്ന, രക്തം ഇഷ്ടപ്പെടുന്ന ദൈവത്തെ പറ്റിയൊക്കെ പലരും നമ്മൾ കേൾക്കുക. ഇപ്പോഴത്തെ വാദപ്രതിവാദങ്ങൾ മുഴുവൻ അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ വചനം വായിച്ചു വരുമ്പോൾ നാം കാണുന്നത് ദൈവത്തിൻ്റെ അനുകമ്പ, സ്നേഹം, കരുണ, ദയയൊക്കെ നമ്മളിങ്ങനെ പിൻപറ്റുക. പെറ്റ അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? എന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്നത്. അഥവാ അങ്ങനെ മറന്നുപോയാൽ തന്നെ ഞാൻ നിന്നെ മറക്കില്ല. ഇപ്പോൾ ദൈവത്തിന് നമ്മളോടുള്ള അനുകമ്പ, നമ്മുടെ ജീവിതത്തോടുള്ള ദയ, അത് വളരെ വലുതാണ്. നമ്മുടെ പത്തറ്റിക്കായ സിറ്റുവേഷൻ, ദയനീയമായ സിറ്റുവേഷനെയൊക്കെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അവനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം അവൻ്റെ സൃഷ്ടിയാണ് നമ്മൾ, അവൻ്റെ മക്കളാണ് നമ്മൾ. അതാണ് ഈ പറഞ്ഞ വാക്ക്, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അവൻ എന്തായിരിക്കുക? അവൻ മനസ്സലിവുള്ളവനായിരിക്കുക, കരുണയുള്ളവനായിരിക്കുക, നമ്മുടെ സ്ഥിതിയെ മനസ്സിലാക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ നമ്മൾ വായിക്കുമ്പോൾ ഉടനീളം, പഴയ നിയമത്തിലുടനീളം നമ്മൾ ആ സ്വഭാവ രീതി കാണുന്നുണ്ട്. ദൈവത്തിന് എങ്ങനെയാണ് മനസ്സിലുള്ള ഓരോ സാഹചര്യത്തിനകത്തും ദൈവം ഇറങ്ങി വന്നിട്ട് പിന്നെയും ക്ഷമിക്കുകയാണ്. ഒരു വട്ടത്തിൽ ദൈവത്തെ നിഷേധിക്കുന്ന സമൂഹത്തെ, ജനത്തെ അവൻ പ്രവാസത്തിലേക്ക് പോകാൻ അനുവദിക്കുന്നു, ശത്രുവിനെ അനുവദിക്കുന്നു. പക്ഷേ മറ്റൊരു ഘട്ടം കഴിയുമ്പോൾ അവൻ്റെ നിലവിളി കേൾക്കുമ്പോൾ അവനെ തിരിച്ചു കൊണ്ടിരുന്നൊരു ദൈവം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാമും ഈ പ്രവാസത്തിൽ പലവട്ടം പോകുന്നവരാണ്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എക്സോഡസ് ഒരിക്കലേ ഉള്ളൂ, പക്ഷെ പ്രവാസങ്ങൾ എത്ര വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാം. എക്സോഡസ് എന്ന് പറഞ്ഞാൽ പുറപ്പാട്, അതായത് ഈജിപ്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന അവസ്ഥ, രക്ഷപ്പെട്ട് കടന്നു വരുന്ന അവസ്ഥ, അത് ഒരിക്കൽ സംഭവിച്ചു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രവാസങ്ങൾ പിന്നെയും പിന്നെയും സംഭവിക്കുന്നുണ്ട്. ഇന്നും അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങാനുള്ള ശ്രമത്തിലാണ്. ഈ ഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് നിരന്തരം സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പലപ്പോഴും നമ്മൾ കിടന്ന് നിലവിളിക്കുന്നത് പ്രവാസത്തിൻ്റെ അനുഭവത്തിലാണ്. ദൈവത്തിൽ നിന്ന് മാറിപ്പോയി, പ്രമാണങ്ങളിൽ നിന്ന് മാറിപ്പോയി, ദൈവ വ്യവസ്ഥകളിൽ നിന്ന് മാറിപ്പോയി, ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് മാറിപ്പോയി, ആദ്യ സ്നേഹം വിട്ടുപോയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോഴും ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടുമൊക്കെ നമ്മൾ അകന്നു പോകുന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ്, ദൈവകൃപയിൽ നിന്നാണ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ്, പിതാവും മക്കളും എന്നുള്ള ബന്ധത്തിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും അകന്നു പോകുന്നത്. ഈ അകന്നുപോകൽ പലപ്പോഴും നമുക്ക് സുഖമൊക്കെയാൻ തോന്നിയാൽ പോലും നമ്മളെ വേദനിപ്പിക്കുന്നൊരു, നമ്മളെ ഓർത്ത് വേദനിക്കുന്നൊരു പിതാവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മുടിയനായ പുത്രൻ്റെ കഥയിൽ നമ്മൾ കാണുന്നത് എന്താണ്? സുഖം തേടി, ലൈഫിൻ്റെ മാസ്മരികത തേടിയൊക്കെ പോയൊരു പുത്രനെ പറ്റിയാണ്. പക്ഷെ അവൻ മടങ്ങി വരുമ്പോഴും അവനെ ഓർത്ത് കാത്തിരിക്കുന്ന, അവനെ വെൽക്കം ചെയ്യാൻ തയ്യാറായിരിക്കുന്നതിൻ്റെ പിതാവിനെ കാണുന്നു. ഇതൊക്കെയാണ് ഈ അപ്പൻ്റെ മനസ്സെന്നൊക്കെ പറയുന്നത്. കാരണം അപ്പനെ സംബന്ധിച്ച് മകനാണ് വലുത്. അപ്പൻ മകനിലാണ് അല്ലെങ്കിൽ മകളിലാണ് അവനെ തന്നെ കാണുന്നത്. ഈ പേരൻ്റൽ മൈൻഡ്, അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഞരക്കങ്ങൾ, നിങ്ങൾ മാതാപിതാക്കളായുള്ളവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞരക്കത്തിലാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പിടയ്ക്കുന്നത് നിങ്ങൾക്ക് പിടിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രശ്നത്തിലാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന പിടപ്പ്, ആ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതെത്രയും നിങ്ങൾക്കറിയാം. ഇത് തന്നെയാണ് ദൈവത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ദയനീയ അവസ്ഥകൾ, ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടാവാം എങ്കിലും ആ ദയനീയ അവസ്ഥകൾ അവനെ നമ്മളോട് അനുകമ്പയുള്ള ദൈവമാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 12 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ മനസ്സലിവ് ധരിക്കാൻ നമ്മളോട് പറയുക.
കൊലോസി ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. മനസ്സലിവിനെ പറ്റി പറയുന്നുണ്ടോ? പല കാര്യങ്ങൾ, ദയ, താഴ്മ, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് മനസ്സലിവ് എന്ന് പറയുന്നത്. നാം അത് ക്ലോത്ത് ചെയ്യണം, ധരിക്കണം എന്നൊക്കെ ഒരു പദപ്രയോഗം അവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മളിൽ മനസ്സലിവിൻ്റെ ഒരു സാധ്യത എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് അത് അർത്ഥമാക്കുന്നത്. എപ്പോഴും നമ്മളിൽ മനസ്സലിവിൻ്റെ ഒരു സാധ്യത ഉണ്ടാണ്. ഏത് സംഘർഷങ്ങൾക്കകത്തും പ്രശ്നത്തിനകത്ത് ഏതെങ്കിലും ഒരു പോസിബിലിറ്റിക്കകത്ത് മനസ്സലിവ് നമ്മളിൽ നിന്നാൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ മനസ്സലിവ് ധരിക്കുന്ന മനുഷ്യരായി മാറണമെന്ന് ഇവിടെ ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സലിവ് നമ്മളിൽ ഉണ്ടാകണം. ഏതൊരു ഘട്ടത്തിലും മറ്റൊരാളുടെ മറ്റൊരു സിറ്റുവേഷനിലൂടെ കരുണ കാണിക്കാനുള്ള ഒരു സാധ്യത, ഞരക്കത്തിലാവുന്ന, പ്രയാസത്തിലാവുന്ന, വേദനപ്പെടുന്ന മനുഷ്യനോടുള്ള ഒരു മനസ്സലിവിൻ്റെ സാധ്യത നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. ഒരുപക്ഷെ നമുക്കത് പലപ്പോഴും സാധിക്കാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ സെൽഫ് സെൻറ്റേർഡ്നെസ് ഭയങ്കര പ്രധാനമാണ് ഈ കാലഘട്ടത്തിൽ. ഞാൻ ഈ പൂനെയിൽ പഠിക്കുന്ന സമയത്ത് ഈ ബസ്സിൽ കയറിയ യാത്ര ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് ഈ തലമുറയിൽ പലരും ബസ്സിലേക്ക് കയറുന്നു, മൊബൈൽ എടുക്കുന്ന കയ്യിൽ, ഈ 2 സംഭവം ചെവിയിലേക്ക് വെക്കുന്നു. ഇവരിറങ്ങി പോകുന്നോളം വരെ ചുറ്റിരിക്കുന്ന ആരാന്നറിഞ്ഞൂടാ, അടുത്തിരിക്കുന്ന ഒരാളെ നോക്കുന്നത് പോലുമില്ല. ഞാൻ അതിനെപ്പറ്റി ചെറിയ കവിത വരെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. ഈ 2 സംഘം ഇരിക്കുന്നിടത്തോളം കാലം അവിടെ എന്ത് വെടി പൊട്ടിയാലും ഇവരറിയാൻ പോണില്ല. അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഇവരറിയുന്നില്ല. ചുറ്റുവട്ടം ആർക്ക് എന്ത് സംഭവിക്കുന്നവരറിയുന്നില്ല. അവർ മൊബൈലുമായി ചേർന്ന് നിൽക്കുന്ന ഒരൊറ്റ ലോകത്ത് അവരങ്ങ് ജീവിക്കുക. അവരുടെ ബോഡി മാത്രം അവിടെയുള്ളൂ. അവരുടെ ശരീരം വേറെ ഏത് പാശ്ചാത്യ രാജ്യത്തോ വല്ല സ്റ്റേജിലോ പ്രോഗ്രാമിലോ തിയേറ്ററിലോ ഒക്കെ ആയിരിക്കും അവരുടെ മനസ്സ്. അത്തരത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം നമ്മൾ രൂപപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് മനസ്സലിവുണ്ടാകണമെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളെ കാണാൻ കഴിയണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ കേട്ടു, ദൈവം പറയുക, അവരുടെ നിലവിളി ഞാൻ കേൾക്കുന്നു, കരച്ചിൽ ഞാൻ കേൾക്കുന്നു. എൻ്റെ ചെവിയിൽ ഇയർഫോൺ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് കേൾക്കാൻ കഴിയില്ല. ഞാൻ എനിക്കിഷ്ടമുള്ളത് കേൾക്കുന്ന തിരക്കിലാണ്. മറ്റൊരാളുടെ നിലവിളി കേൾക്കാനുള്ള സാധ്യതയെ ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ കണ്ണുകൾ പൂർണ്ണമായും മൊബൈലിൽ ഇരിക്കുന്നിടത്തോളം കാലം മറ്റൊന്ന് കാണാനുള്ള കാഴ്ച സാധ്യതകൾ എനിക്കില്ല. അപ്പം ഞാൻ എനിക്ക് താല്പര്യമുള്ളതും എന്നെ സഹായിക്കുന്നതും എനിക്ക് ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങളിൽ പൂർണ്ണ വ്യാപൃതനാണ്. ഇതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഞാൻ തുറന്നു വെച്ചിട്ടില്ല. എൻ്റെ കണ്ണുകളെ ഞാൻ തുറന്നു വെച്ചിട്ടില്ല, എൻ്റെ ചെവികളെ ഞാൻ തുറന്നു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയേണ്ട ബാധ്യതയില്ല, ഉത്തരവാദിത്വമില്ല, എനിക്കതിന് താല്പര്യമില്ല. ഞാൻ അങ്ങനെയാണ്. എനിക്ക് എങ്ങനെയാണ് കമ്പാഷനേറ്റ് ആവാൻ കഴിയും? മറ്റൊരുത്തിൻ്റെ നിലവിളി കേൾക്കാതെ, അവൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ, അത് കാണാനാവാതെ എനിക്കങ്ങനെ അത് കേൾക്കാൻ കഴിയില്ല. പുറത്ത് നിലവിളിക്കുന്നത് കേൾക്കണമെങ്കിൽ എൻ്റെ ചെവി തുറന്നിരിക്കണം. അതാണ് ദൈവം പറയും, ഞാൻ അവൻ്റെ നിലവിളി കേട്ടു, നിൻ്റെ കഷ്ടത്തെ ഞാൻ കാണുന്നു. ദൈവം ഇങ്ങനെ നമ്മളെ കണ്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ദൈവം നമ്മുടെ നിലവിളി കേട്ടതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്കിങ്ങനെയൊക്കെ ഇരുന്ന് പാടാനും പ്രാർത്ഥിക്കാനൊക്കെ കഴിയുന്നത്. ഇല്ലെങ്കിൽ എവിടെയോ എന്നോ നഷ്ടപ്പെട്ട് പോകാമായിരുന്നവരാണ് നമ്മൾ. യാക്കോബിൻ്റെ ലേഖനം 5:11 അതും മനസ്സിലുള്ളവരായിരുന്നതിനെ പറ്റി, നമ്മുടെ കർത്താവിൻ്റെ മനസ്സിലിവിനെ പറ്റി പറയുന്നു. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിങ്കൽ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. 5:11 സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിലുള്ളവനല്ലോ. കണ്ടോ, യോബിന്റെ ആ സഹിഷ്ണുതയും കാര്യങ്ങളും ഒരു വശത്ത് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരുണയും മനസ്സിലും ഉള്ളതിനെ പറ്റി വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ടോ. പ്രാധാന്യമാണ്. ദൈവത്തെ മനസ്സിലുള്ള ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുള്ള പ്രധാനമാണ്.
പലപ്പോഴും നമ്മുടെ കഷ്ടതയിലും പ്രയാസത്തിലൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പിശാച് കൊണ്ടുവരുന്ന ചിന്ത ഇയ്യോബിൻ്റെ ചരിത്രം പോലെയാണ്. ഇയ്യോബിൻ്റെ ചരിത്രം പോലെയാണ്. നമ്മുടെ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ഞരക്കങ്ങളിലുമെല്ലാം ഇയ്യോബിൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങളെല്ലാം അവനെ കുറ്റപ്പെടുത്തുന്നതും അവന് പറ്റിയ അബദ്ധങ്ങളെ പറ്റിയും അവൻ്റെ അറിവില്ലായ്മയെ പറ്റിയൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിലും പിശാച് പലപ്പോഴും നമുക്ക് പറയുന്നത് നമ്മുടെ നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പരിമിതികൾ. പക്ഷേ അതിനെല്ലാം ഉപരി നമ്മുടെ ഒരു നിലവിളിയെ കേൾക്കുന്ന കരുണയുള്ള ദൈവമുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, തെറ്റുകളുണ്ട്, പാപങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതിനപ്പുറത്തും നമ്മുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കരുണയെ പറ്റിയുള്ള, മനസ്സലിവിനെ പറ്റിയുള്ള ബോധ്യം നമുക്ക് കൃത്യമായിട്ടും ഉണ്ടായിരിക്കണം. ആ ബോധ്യത്തിൽ നിന്നാണ് നമ്മളിൽ ഈ സ്വഭാവത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. ഞരങ്ങുന്ന, നിലവിളിക്കുന്ന, വേദനപ്പെടുന്നൊരു മനുഷ്യനെ പറ്റി നമുക്ക് ഒരു മനസ്സിൽ ഉണ്ടാകുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയാറില്ല. കാരണം നാം എപ്പോഴും സംഘർഷത്തിലാണ്. നമ്മൾ സംഘർഷത്തിൽ ഏർപ്പെടുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടാൻ കഴിയാതെ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വടക്കേ ഇന്ത്യയിലെ ഞാൻ മറ്റ് വിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. അവർക്ക് എപ്പോഴും ഒരു സാധ്യതയുണ്ട്, മനസ്സലിവ് കാണിക്കുന്ന സാധ്യതകൾ അവർ കണ്ടെത്തുന്നുണ്ട്. ആ സാധ്യതകൾ സഹജീവികളോട് അവർ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമായിട്ട് തോന്നിയ ഒരു കാര്യമാണത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, അത് സാഹചര്യങ്ങളോടുള്ള നമ്മുടെ ഒരു പ്രതികരണമാണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് കർത്താവിലാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിലുടനീളം ഈ കരുണയുടെ, മനസ്സലിവിൻ്റെയൊക്കെ ഒരു പ്രകടിത ഭാവം നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 9:36. മത്തായിയുടെ സുവിശേഷം 9:36. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. മതി 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 മനസ്സലിഞ്ഞു. അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. ആരെക്കുറിച്ചാണ്? ഈ പുരുഷാരത്തെ പറ്റി. ക്രൗഡ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം. ഈ യേശുവിൻ്റെ ക്രൗഡ്, അല്ലെങ്കിൽ യേശുവിലേക്ക് വന്ന ആളുകൾ, അവർ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. യോർദാൻ അക്കരെ നിന്ന്, സെയ്ർ, അങ്ങനെ പല ദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ കർത്താവിൻ്റെ സാധ്യത അറിഞ്ഞ്, അവനിലുള്ള രക്ഷയറിഞ്ഞ് കടന്നു വന്നവരാണ് ഈ ജനക്കൂട്ടം. അവർ വ്യത്യസ്തരായിരുന്നു. ക്രൗഡ് എന്ന് പറയുമ്പോൾ തന്നെ, പുരുഷാരം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വാക്കിനകത്ത് ഭയങ്കര സാധ്യതകളുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളെപ്പോഴും കംഫർട്ടബിൾ ആവുന്ന ആരോടാണെന്നറിയാമോ? നമുക്ക് സമാനതയുള്ള ആളുകളോടാണ് നമ്മൾ കംഫർട്ടബിൾ ആവുക. ഞാൻ നിങ്ങളെല്ലാം പൊതുവെ അങ്ങനെയാണ്, നമുക്കങ്ങനെയാണ്. പുരുഷാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ ജാതി, മത, ഭാഷ വ്യത്യാസങ്ങളുള്ള സകല മനുഷ്യനകത്തുണ്ട്. ഇപ്പം ഇത്തരം വ്യത്യസ്തരായ ആളുകളെ യേശു കർത്താവിന് അവരുടെ ഈ ചെതറിയ അവസ്ഥ കണ്ടപ്പോൾ അവരുടെ മനസ്സലിവ് തോന്നിയെന്ന് നമ്മളോട് വായിക്കുന്നത്. പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ. ഈ ഇടയനില്ലാത്ത ആടുകളാണ് ചിതറിപ്പോവുക. ചിതറിപ്പോവുന്ന ഒരു സിറ്റുവേഷൻ. കുഴഞ്ഞ ആളുകൾ, ചിഹ്നിയവരായ ആളുകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. ചിതറിയ മനുഷ്യരാണ്, ചിന്നിപ്പോയ മനുഷ്യരാണ്. പല കാരണങ്ങൾ കൊണ്ട്, പല രീതിയിൽ ചിതറിക്കിടക്കുന്ന മനുഷ്യരാണ്. പല കാരണങ്ങളാൽ തമ്മിൽ ചേരാത്ത വിധത്തിൽ, നമ്മൾ ഈ നെഹസ്കേലിൻ്റെ പുസ്തകത്തിൽ കാണുന്ന പോലെ അസ്ഥിയോട് ചേര കിടക്കുന്ന പറയുന്ന പോലെ, എത്ര കണ്ട് ചേർത്താലും ചേരാത്ത വിധത്തിൽ ചിതറിക്കിടക്കുന്ന സമൂഹങ്ങൾ അവിടെയുള്ളത്. ഒരിടയൻ്റെ കീഴിൽ വരുന്നിടത്ത് മാത്രമേ ആട്ടിൻ പറ്റത്തിന് ഒരുമിച്ച് സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിനെ ഇവരെ കണ്ടപ്പോൾ, ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവരുടെ മനസ്സലിവ് തോന്നി നാം വായിക്കുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ബേസ് തന്നെ ഈ മനസ്സലിവാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 14:14.
അവൻ അന്ന് വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സെളിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്നതിൽ ഒരു പ്രാധാന്യം എന്തിനുണ്ടായി? ഈ മനസ്സലിവിനുണ്ടായി. കർത്താവിൻ്റെ ആ മനസ്സലിവാണ് അവരുടെ രോഗികളെ സൗഖ്യമാക്കുന്നതിലേക്ക് കർത്താവിനെ നയിക്കുന്ന ഒരു ഫാക്ടർ. രോഗിയായ മനുഷ്യൻ്റെ ഒന്ന് രണ്ട് ഫാക്ടറുകൾ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. രോഗിയായ മനുഷ്യൻ്റെ അവസ്ഥയിൽ നമുക്ക് മനസ്സലിവ് ഉണ്ടാകുമ്പോഴാണ് അവന് സൗഖ്യമുണ്ടാകണമെന്നുള്ള ആഗ്രഹം നമ്മളുണ്ടാകുക. രോഗത്താൽ വലയുന്നൊരു മനുഷ്യൻ്റെ ദൈന്യതയിൽ, പ്രയാസത്തിൽ നമുക്ക് മനസ്സലിവ് തോന്നുമ്പോഴാണ് അവർക്ക് സൗഖ്യമുണ്ടാകണമെന്നുള്ള ആഗ്രഹം നമ്മളുണ്ടാകും. ഒന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ചെയ്യും. കർത്താവ് ഇവിടെ ചെയ്യുന്നു, അവനെ സൗഖ്യമാക്കി. നാമും വിശ്വസിക്കുന്നു രോഗത്താൽ വലയുന്ന ഒരു മനുഷ്യൻ്റെ സൗഖ്യം പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അത് കർത്താവിൽ സാധ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഇടയിലൊക്കെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. രോഗിയായ ഒരാളുടെ ദൈന്യത, കഷ്ടത അത് ആ വ്യക്തിക്ക് മാത്രമേ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അത് നമുക്ക് മനസ്സലിവ് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവർക്ക് വേണ്ടി കരുതാനോ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഈ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ, രോഗിയായ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യമായി ഉണ്ടാകേണ്ട വികാരം എന്താണെന്ന് അറിയാമോ? ഈ അനുകമ്പയായിരിക്കണം. നമ്മളവരെ തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം ഉടലെടുക്കേണ്ടത് കർത്താവിലുണ്ടായിരുന്ന ഈ ഭാവം തന്നെയാണ്. ഒരു അനുകമ്പ നമ്മുടെ മനസ്സ്, കർത്താവേ ഈ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി കഷ്ടത്തിലാവുന്നല്ലോ എന്നുള്ള അനുകമ്പ ഉണ്ടാകണം. കഷ്ടപ്പെടുന്ന ഒരാളോടുള്ള അനുകമ്പ, രോഗത്താൽ ഭാരപ്പെടുന്ന ഒരാളോടുള്ള അനുകമ്പ, അത് പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയാൻ കാരണം അതാണ്. മറ്റൊരു കാര്യം 15:32, മത്തായിയുടെ സുവിശേഷം 15:32. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. നോക്കിക്കേ, പട്ടിണിയാകാൻ സാധ്യതയുള്ള മനുഷ്യനോടുള്ള മനസ്സലിവ്. ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ടാവും. ഞരങ്ങുന്ന മനുഷ്യരോടുള്ള മനസ്സലിവ്, സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുള്ള മനസ്സലിവ്, ഭക്ഷണമില്ലാത്തവനോടും പട്ടിണിയാകാൻ സാധ്യതയുള്ളവരുടെ മനസ്സലിവ്. ഇവർക്ക് ഇത്രയും ദിവസം എൻ്റെ കൂടെ ഇരുന്നവരാണ്. പക്ഷേ ഇവർ ഇങ്ങനെ പോയാൽ ഇവർ പട്ടിണിയായി വഴിയിൽ തളർന്നു പോയേക്കാം. മനസ്സലിവ് തോന്നുകയാണ് കർത്താവിന്. ഇതും നമുക്ക് പാഠമായി നിൽക്കുന്നൊരു കാര്യമാണ്. പ്രയാസത്തിലാവുന്ന, നമ്മൾ ഈ മേഴ്സി ബാസ്ക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ചേതവികാരം ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ പുറകിലുള്ള ഒരു തത്വശാസ്ത്രം അതാണ്. പ്രയാസത്തിലാവുന്ന, കഷ്ടത്തിലാവുന്ന, ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതെ ഞരങ്ങുന്ന മനുഷ്യനോടുള്ള അനുകമ്പ അത് വളരെ പ്രാധാന്യമാണ്. ഇത് രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വസ്തുക്കളൊക്കെ പോകുന്നത്. മറ്റ് ക്രിസ്ത്യ വിശ്വാസത്തിൽ മാത്രമല്ല, മറ്റ് വിശ്വാസങ്ങളിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾക്ക് എന്താണ് കണ്ടെത്തേണ്ടതെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അവരെ പട്ടിണിയായി വിട്ടയക്കാൻ പാടില്ല എന്ന് കർത്താവ് തീരുമാനിക്കുന്നു. നമുക്കും അത് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ ശുശ്രൂഷകളിലും ജീവിതത്തിലും ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയണം. മത്തായി 20:34. യേശു മനസ്സിലഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. കാഴ്ചയില്ലാത്തൊരു മനുഷ്യന് കാഴ്ച കൊടുക്കുവാനും ഈ മനസ്സലിവ് മുന്നിൽ നിൽക്കുക. അവന് കാഴ്ചയുണ്ടാവണം, അവന് സ്വന്തമായി നടക്കാൻ കഴിയണം, സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയണം, അവന് കാഴ്ചയുണ്ടാകണം. ആത്മീയവും ഭൗതികവുമായ കാഴ്ചകൾ ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയണം. അത് റെസ്പോൺസാണ്. അതൊരു ഒരു ഒരു യാഥാർത്ഥ്യത്തോടുള്ള നമ്മുടെ തിരിച്ചറിവും അതിനുള്ള റെസ്പോൺസുമാണ്. അപ്പം ഇതൊക്കെ നമുക്ക് കാണാതെ പോകാൻ കഴിയുമോ? ഭക്ഷണമില്ലാത്ത, രോഗിയായ, കാഴ്ചയില്ലാത്ത ഈ മനുഷ്യരോട് നമുക്കവരെ കടന്നു പോകാൻ കഴിയുമോ? നല്ല അയൽക്കാരനെ പറ്റിയുള്ള ചോദ്യം കർത്താവ് പറയുന്ന ഉദാഹരണം ഒരു ശമരിയക്കാരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. നമ്മൾ റിലീജിയോസിറ്റി, നമ്മൾ കിടക്കുന്ന ചിട്ടകൾ, ക്രമങ്ങളെല്ലാം, നമ്മൾ പഠിപ്പിച്ച നമ്മുടെ ടൈം ടേബിളുകളെല്ലാം ഈ മനസ്സലിവിനെ മറികടക്കുന്നതാണ്. ശമരിയക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സലിവാണ് മുന്നേ നിൽക്കുന്നത്, നിയമങ്ങളും പ്രമാണങ്ങളും അല്ല. അപ്പോൾ നമ്മളിൽ പ്രമാണങ്ങളും നിയമങ്ങളും നിൽക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ പോലും
അത് മനസ്സലിവിനെ മറികടക്കാനും പാടില്ല എന്നുള്ളൊരു പാഠം അതിനകത്തുണ്ട്. നമ്മുടെ ഈ ഇരിക്കുന്ന ജ്ഞാനം, അറിവ്, ടൈം ടേബിളുകൾ, സിസ്റ്റംസ്, വ്യവസ്ഥകൾ, നിയമങ്ങളെല്ലാം ഈ മനസ്സലിവിനെ മറികടന്ന പോകുന്നെങ്കിൽ നമുക്ക് അയൽക്കാരൻ പോലും ആകാൻ കഴിയില്ല. അവിടെ 2-3 പേർ പോയതിന് ശേഷം ഈ വരുന്ന ശമരിയക്കാരനാണ് ഈ ദയനീയ അവസ്ഥയിൽ മരണത്തോട് മല്ലിടുന്ന മനുഷ്യനെ രക്ഷിക്കുന്നത്. നമുക്ക് അതൊരു വലിയ പാഠമാണ്. യേശു പറയുന്നത് നിങ്ങൾ മനസ്സലിവുള്ളവരാകുക എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ ധാരാളം എഴുത്തുകൾ ഇതിനെപ്പറ്റിയുണ്ട്. 1-2 വാക്യങ്ങൾ വായിക്കാം നമുക്ക്. മർക്കോസ് സുവിശേഷം 1:41. മർക്കോസ് 1:41. കണ്ടോ? കൈ നീട്ടി അവനെ തൊട്ടു. അടുത്തത് 6:34. അവൻ പടകിൽ നിന്നിറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. ഉണ്ടോ? ചിതറിപ്പോകുന്ന മനുഷ്യരെ പറ്റിയുള്ള ഒരു മനസ്സലിവിൻ്റെ അനുഭവം. 8:2. ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് മനസ്സിലാവുന്നു. ലൂക്കോസ് സുവിശേഷം 15:20. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സിലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. നോക്കുക, ഈ ഭാഗങ്ങളിലെല്ലാം നാം കാണുന്നത് മനസ്സലിവ് എന്ന് പറയുന്ന, അനുകമ്പ എന്ന് പറയുന്ന, കരുണ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തോടെ ഞരങ്ങുന്ന, തകരുന്ന, രോഗിയായ, പട്ടിണിയായ മനുഷ്യനോട്, ചിതറിപ്പോകുന്ന മനുഷ്യരോട്, വ്യവസ്ഥകളില്ലാത്ത, ദിശാബോധമില്ലാത്ത മനുഷ്യരോട് തോന്നുന്ന ഒരു കരുണ, അത് ക്രിസ്തീയ ശുശ്രൂഷയുടെ കാതലായ ഒരു ഭാഗമാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഏർപ്പെടുന്നത് മല്ലുപിടുത്തങ്ങളിലാണ്. അത് വിധി വൈപരീത്യം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നാം കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞരങ്ങുന്ന മനുഷ്യർ ധാരാളമുണ്ട്. യഥാർത്ഥ നീഡി ആളുകളുണ്ട്. പ്രയാസത്തിലാവുന്ന മനുഷ്യർ. നമ്മൾ അവരിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നിടത്തോളം കാലം നമുക്ക് ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ ഈ ഭിത്തികൾക്കപ്പുറത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളെ ആവശ്യമുള്ള ആളുകളുണ്ട്, നമ്മുടെ സാമീപ്യമുള്ള ആളുകളുണ്ട്, ആവശ്യമുള്ളവരുണ്ട്, നമ്മുടെ സ്നേഹം ആവശ്യമുള്ള മനുഷ്യരുണ്ട്. അവരിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ ഭിത്തികൾ പൊളിച്ച്, നമ്മുടെ പരിധികൾ പൊളിച്ച്, നമ്മുടെ ചെവികൾ തുറന്ന്, കണ്ണുകൾ തുറന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ നമ്മൾ ആകുന്നിടത്താണ് ഈ മനസ്സലിവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്ന കാര്യം ഉണ്ടായി വരുന്നത്. അതിനെപ്പറ്റി നല്ല തീക്ഷ്ണമായ ഒരു പദപ്രയോഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. യൂദയുടെ പുസ്തകത്തിൽ 21, 22, 23 വാക്യങ്ങൾ. യൂദയുടെ ലേഖനത്തിൽ 21, 22, 23 വാക്യങ്ങൾ. യൂദ നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. അതായത് വിശ്വാസത്തിൻ്റെ തെറ്റായ പഠിപ്പിക്കൽ, അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. തെറ്റായ ഉപദേശങ്ങളിൽപ്പെട്ട് ആടി ഉലഞ്ഞ് തീയിലേക്ക് പോയ ചിലരുണ്ട്. അവരെ കൂടി വലിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് റിസ്ക്കാണ്. തീയിൽ പോയ ഒരാളെ വലിച്ചെടുക്കാൻ നമ്മുടെ കൈ പൊള്ളിക്കും. പക്ഷെ അതുവരെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. എന്തുകൊണ്ട്? കരുണ കൊണ്ട്. കരുണ എന്ന് 3 പ്രാവശ്യം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയിലുള്ള ആശ്രയം, ദൈവത്തിൻ്റെ കരുണയിലുള്ള നമ്മുടെ വിശ്വാസം, അതിന് കൊടുക്കുന്ന പ്രാധാന്യം എന്തുകൊണ്ടാണെന്നറിയാമോ? നാം കരുണ ലഭിച്ചവരാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. നമുക്ക് കരുണ കാണിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് കരുണ ലഭിക്കണം. കരുണ ലഭിക്കാത്ത, കരുണയെപ്പറ്റി മനസ്സിലാക്കാത്ത ഒരാൾ കരുണ കാണിക്കാൻ കഴിയില്ല. പക്ഷേ
നമുക്ക് കിട്ടിയില്ല കരുണയാണ് തിരിച്ചറിയണമെങ്കിലോ നമുക്ക് സ്വയം ചോദിക്കാൻ കഴിയണം, ഞാൻ എങ്ങനെയാണ് ഈ ദൈവസേനയിൽ വന്നത്? ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലായത്? ഞാൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ഞാൻ എങ്ങനെയാണ് പ്രസംഗിക്കാൻ ആരംഭിച്ചത്? ഞാൻ എങ്ങനെയാണ് പാടാൻ ആരംഭിച്ചത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ദൈവത്തിൻ്റെ മഹാകരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ മനസ്സിലിവ്. ഞാൻ മിടുക്കനാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടല്ല, നല്ലവനാണെന്ന് തെളിയിച്ചത് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന് എൻ്റെ പത്തറ്റിക്കായ സിറ്റുവേഷനിൽ ദൈവത്തിന് എന്നോട് കരുണ തോന്നി, ദയ തോന്നി, ദൈവത്തിന് എന്നോട് മനസ്സലിവ് തോന്നി, അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ അടിസ്ഥാനം. ഇതാണ് പാൽക്കാലം നമ്മൾ തിരിച്ചറിയുക. ഇത് തിരിച്ചറിയുന്ന ഒരാൾക്ക് തിരികെ കൊടുക്കാൻ കഴിയും. ഞാൻ കരുണയിലാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാൾ കരുണ കാണിക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ കഷ്ടപ്പാടിൽ, എൻ്റെ ദയനീയതയിൽ, എൻ്റെ ഞരക്കത്തിൽ എന്നെ കണ്ടൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം എനിക്കുള്ളിൽ വന്ന മറ്റൊരാളുടെ ഞരക്കത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് പറ്റും. മറ്റൊരാളുടെ വേദനയ്ക്കകത്തേക്ക് ചെല്ലാൻ പറ്റും. നമുക്കുവേണ്ടി അനേകർ കാത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദനിക്കുന്ന അനേക മനസ്സുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നാം നമ്മുടെ സേഫ് സോണുകളിൽ ഇരുന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഞരങ്ങുന്ന മനുഷ്യരുടെ ലോകമാണ് നമുക്ക് ചുറ്റും. വേദനിക്കുന്ന ചിതറിപ്പോയ ആടുകളെ പോലെയുള്ള മനുഷ്യരുടെ നമുക്ക് ചുറ്റും. അവരെ ക്രിസ്തു എന്ന ഇടയൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ഉത്തരവാദിത്വത്തിലാണ് നമ്മളായിരിക്കുന്നത്. അത് നമ്മളാലാവും വിധം നമ്മളെ ഏൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. അതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, നമ്മുടെ നിലവിളി കേട്ട ഒരു ദൈവം, കരുണ തോന്നിയൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്നതെന്നറിയുമോ? നമ്മൾ ഈ കരുണ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇന്ന് പൽക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ വന്ന ആ നാളുകളെ ഓർത്തെടുക്കാൻ കഴിഞ്ഞാൽ നമുക്കും ചിലർക്ക് വേണ്ടി കരുണ കാണിക്കാൻ കഴിയും. ചില രോഗികൾക്ക് വേണ്ടി, ചില ചിതറിയ മനുഷ്യർക്ക് വേണ്ടി, ചില പട്ടിണിയിലേക്ക് പോകുന്നവർക്ക് വേണ്ടി, ചില മുറിവേറ്റവർക്ക് വേണ്ടിയൊക്കെ കരുണ കാണിക്കാൻ, ആരുമില്ലാത്തവരെ കണ്ടെത്താൻ, സഹായമില്ലാത്തവരെ കൈനീട്ടി സഹായിക്കാനൊക്കെ നമുക്ക് ഇടയാവും. ഒറ്റ കാര്യം നമ്മൾ ഓർത്തെടുത്താൽ മതി, ഞാൻ അവൻ്റെ കരുണയുടെ പ്രൊഡക്റ്റാണ് എന്നുള്ള ബോധ്യം. ഞാനാകുന്ന കൃപയാലാണ്, ഞാനാകുന്ന കരുണയാലാണെന്നുള്ള ബോധ്യം. ഞാൻ പ്രൂവ് ചെയ്തുകൊണ്ടല്ല ഞാനാകുന്നത്, ഞാൻ കരുണയുടെ ബഹുത്വപ്രകാരമാണ്, ദൈവത്തിന് എന്നോട് കരുണ തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ആത്മീയ ബോധം അത് നമ്മൾ ഉണ്ടാവണം. ഒരു നിമിഷം ദൈവത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.